ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് 400 സീറ്റെങ്കിലും തികയ്ക്കാനാകുമോ? ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ എഐസിസി അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നത്. ഇത്തവണ എൻഡിഎക്ക് 400 പോയിട്ട് 100 സീറ്റുകൾ പോലും ലഭ്യമാകില്ല എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും ബിജെപി തന്നെ അധികാരത്തിലെത്തും, ഇത്തവണ എൻഡിഎ 400 സീറ്റുകളോളം സ്വന്തമാക്കും എന്നുള്ള വാഗ്ദാനങ്ങളുമായി അല്ലെങ്കിൽ അത്തരമൊരു അവകാശവാദങ്ങളുമായി തന്നെ മുന്നോട്ടെത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിന് ആ ഒരു പിന്തുണ തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്കെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മറുപടിയുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് 400 സീറ്റുകൾ തികയ്ക്കാനായിട്ട് സാധിക്കില്ല, കേവലം 100-ന് താഴെ പോലും ഒതുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ബിജെപി കൂപ്പുകുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30-ന്, പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30-ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ 100 സീറ്റ് തികയ്ക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെല്ലുവിളിക്ക് മറുപടിയായിട്ടാണ് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇത്തവണ ഭരണത്തിൽ നിന്ന് എൻഡിഎ പുറത്താവുമെന്നും 100 സീറ്റ് പോലും തികയ്ക്കില്ല എന്നും ഖാർഗെ പറയുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഖാർഗെ അവകാശവാദം ഉന്നയിച്ചത്. 400-ന് മുകളിൽ സീറ്റ് നേടുമെന്ന് ബിജെപി അവകാശപ്പെടുന്നു. അവർ 100 സീറ്റ് പോലും തികയ്ക്കില്ല. ഇത്തവണ അവർക്ക് അധികാരം നഷ്ടമാകും, ഖാർഗെ പറഞ്ഞു വെച്ചു. അമേഠിയിലും റായ്ബറേലിയിലും ബിജെപി വികസനങ്ങൾ കൊണ്ടുവരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ടർമാരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് ബിജെപി ഒരുമിച്ച് നിൽക്കും. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്. ഭാരതമാതാവിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണവർ. തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടും. അടുത്ത 100 ദിവസത്തിനുള്ളിൽ തങ്ങളെല്ലാം പുതിയ വോട്ടർമാർക്ക് അടുത്ത് എത്തണമെന്നും മോദി ആഹ്വാനം ചെയ്തു. തങ്ങളുടെ എല്ലാം സ്വപ്നമാണ് വികസിത ഭാരതം എന്നത്. 10 വർഷത്തെ തന്റെ ഭരണം അഴിമതിരഹിതമാണ്. 25 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടി. 370 സീറ്റുകൾക്ക് മുകളിൽ ഇത്തവണ ബിജെപി നേടും. രാജ്യത്തെ ഭീകര ആക്രമണങ്ങളിൽ നിന്ന് താൻ മോചിപ്പിച്ചു. ആദിവാസി സമൂഹത്തിനായി PM ജന്മയോജന ആരംഭിച്ചു. തങ്ങൾ രാഷ്ട്രനീതിക്കായാണ് പ്രവർത്തിക്കുന്നത്, അതല്ലാതെ രാജനീതിക്കായല്ല. വനിതകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. സ്ത്രീകൾക്കായി 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കി. സേനകളിലെല്ലാം തന്നെ വനിതകളുടെ പ്രവേശനം 2 ഇരട്ടിയാക്കിയത് തന്റെ സർക്കാരാണ്. രാമക്ഷേത്രം ഈ സർക്കാർ ഉറപ്പാക്കി. 500 വർഷത്തോളമാണ് രാംലല കാത്തിരുന്നത്. പ്രതിപക്ഷത്തെ കപട വാഗ്ദാനങ്ങൾ തങ്ങൾ നൽകില്ല. ഇത്തരമെല്ലാം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത്. മാത്രമല്ല, കൂടാതെ തന്നെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് എതിരെയും ഒരുപാട് വിമർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മറുപടിയായി ഇപ്പോൾ ഖാർഗെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ബിജെപി അഥവാ എൻഡിഎ മുന്നണിക്ക് 400 സീറ്റുകൾ തികയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഖാർഗെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം, എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് ഖാർഗെ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ നേതാക്കളെല്ലാം തന്നെ ഈ വാർത്തകൾ അപ്പാടെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതേസമയം തന്നെ വാർത്തകൾ വന്ന് ദിനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ അത്തരമൊരു നീക്കം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഇല്ല ബിജെപിയിലേക്ക് എങ്കിൽ പിന്നെയും ഇത്രയും ദിവസത്തെ മൗനത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷയിൽ പടുതുയർത്തിയ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ഇന്ത്യ എന്ന മുന്നണി. ആ ഇന്ത്യ എന്ന മുന്നണി ആദ്യം വരുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബിജെപിക്കെതിരെ ഇന്ത്യ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു വലിയൊരു ആശയത്തോടെയായിരുന്നു ഇന്ത്യ എന്ന മുന്നണി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ആ ബൃഹത്തരമായിട്ടുള്ള ആ ആശയത്തിൽ പലരും കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ എല്ലാം തന്നെ ഇന്ത്യ മുന്നണി വിട്ടതെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം തന്നെ കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ പോലും തീർപ്പാക്കാൻ കോൺഗ്രസിന് സാധിക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പോലും പ്രതീക്ഷിച്ച അത്ര ഫലം കാണാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്ന സാഹചര്യമാണ്. കോൺഗ്രസിനകത്തെ നേതാക്കളുടെ പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും സീറ്റും അധികാരക്കൊതിയും എല്ലാം തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിന് ക്ഷീണം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ബിജെപിയെ പോലുള്ള ഒരു സംഘടിതമായ ഇത്ര വലിയ രീതിയിൽ ഒരു സംഘടിത ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കെതിരെ ഖാർഗെ വലിയ രീതിയിലുള്ള
ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് വലിയ തരത്തിലുള്ള ഒരു ബാലികേറ മല തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലുള്ള പ്രശ്നമല്ല, അത് കോൺഗ്രസിന്റെ തലപ്പത്തുനിന്നുള്ള അല്ലെങ്കിൽ നേതൃത്വ പാടവത്തിലുള്ള മികവിന്റെ കുറവ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന് ഉള്ളിലുള്ള ആളുകളെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ബോധവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ നിർത്താൻ, കോൺഗ്രസിനുള്ളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമതയുടെ കുറവ് കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന് വളരെ വലിയ തോതിലുണ്ട്. ഇനി ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിംഗ് പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് ആ ഇന്ത്യ മുന്നണിയെ പോലും ഒരുമിച്ചുള്ള എല്ലാ നേതാക്കളെ പോലും ഒരുമിച്ച് കൂട്ടാൻ ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതും അവരുടെ ആശയങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുവാനും സാധിക്കുന്നില്ല എന്നുള്ള എല്ലാം തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിന് ഈ പ്രധാനമന്ത്രി ഇനി ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിതീഷ് കുമാറിനുള്ള പിണക്കം ആരംഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് വിജയം പോയിട്ട് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ പോലും എന്താകും എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് BJP പോലെ ഇത്ര സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് 100 സീറ്റിൽ താഴെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഖാർഗെ ആരോപിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഖാർഗെയുടെ ഈ വാക്കുകൾ വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കെല്ലാം തന്നെ പാത്രമായിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന BJP എന്ന പ്രസ്ഥാനത്തെ അഥവാ അതുമല്ലെങ്കിൽ NDA എന്ന മുന്നണിയെ വെല്ലുവിളിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അർഹതയും ഇന്ന് കോൺഗ്രസിന് ഇല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഉയരുന്നത്. എന്തു തന്നെയാണെങ്കിലും വാദപ്രതിവാദങ്ങളും ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ മുറുകി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കുറച്ചുകൂടി കാർക്കശ സ്വഭാവത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയിച്ച് മുന്നോട്ട് വരാൻ ഇനി അഥവാ അല്ലെങ്കിൽ പോലും വലിയ രീതിയിൽ വലിയ നാണക്കേടില്ലാതെ തോറ്റുകൊണ്ടാണെങ്കിലും പിന്മാറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഇത്തരത്തിലുള്ള കോലാഹലങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ വേണ്ട രീതിയിൽ കൃത്യമായി തന്നെ ഹോംവർക്ക് നടത്തിക്കൊണ്ട് പ്രചരണത്തിന് എങ്ങനെ വേണമെന്നുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഒരു സംഘടനയാണ് BJP എന്ന് പറയുന്നത് അഥവാ NDA എന്ന് പറയുന്ന സംഘടന. കൃത്യമായി തന്നെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അയോധ്യയാണെങ്കിലും രാമക്ഷേത്രമാണെങ്കിലും ഇങ്ങ് കേരളത്തിലേക്കുള്ള വിസിറ്റ് പോലും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരത്തിൽ സംഘടിതമായി കൊണ്ട് അത്തരത്തിൽ ഹോംവർക്ക് നടത്തിക്കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ വെല്ലുവിളിക്കുമ്പോൾ വെറും വാക്കുകളിൽ മാത്രമാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ ആവേശം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വ്യക്തമായി തന്നെ തെളിഞ്ഞു വരുന്നത്.